വീടിനും വിദ്യയാക്കുന്നവൾ വിദ്യ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ. ഇന്ന് ഞാനൊരു സ്റ്റാൻഡപ്പ് കോമഡി ആയിട്ടല്ല വന്നിരിക്കുന്നത്, നിങ്ങളതൊക്കെ ആയിരിക്കും പ്രതീക്ഷിച്ചിരിക്കുന്നത്. പക്ഷേ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് എൻ്റെ നാട്ടിൽ, ഞാൻ നാടെന്ന് പറയുന്നത് തിരുവനന്തപുരമാണെന്ന് അറിയാലോ. അവിടെ പേയാട് സൗഹൃദ അസോസിയേഷൻ ഉണ്ട്. അവരുടെ അത്തപ്പൂക്കള മത്സരവും കുറച്ച് ഓണാഘോഷ പരിപാടികളുമാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും വീട്ടിനകത്തിരുന്ന് ഓണം ആഘോഷിക്കാൻ പറ്റില്ലല്ലോ. എപ്പോഴും ഞാൻ മാത്രം നിന്ന് ഓണത്തിനെ പറ്റി പറഞ്ഞ് നിങ്ങൾ കേട്ടോണ്ടിരിക്കണേലും വല്ല കാര്യമുണ്ടോ? അപ്പോൾ നമുക്ക് കുറച്ച് അത്തപ്പൂക്കള മത്സരവും കുറച്ച് ചേച്ചിമാരെയൊക്കെ പരിചയപ്പെട്ട് കുറച്ച് ഓണക്കളികളൊക്കെ കണ്ടിട്ട് നേരെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മെയിൻ ആൾക്കാരാണ്. ഞാൻ അവരുടെ അടുത്ത് ഡയറക്റ്റായിട്ട് അവിടെ നിന്ന് സംസാരിച്ച് ഓഡിയോ എടുത്തായിരുന്നു. പക്ഷേ പാട്ടിൻ്റെ ബഹളത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കുന്നുള്ളൂ, ബാക്കിയുള്ളവർ പറയുന്നതൊന്നും കേൾക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുത്തത്. ഇത് നമ്മുടെ സൗഹൃദ അസോസിയേഷൻ്റെ ടീംസാണ്. സെക്രട്ടറി, പ്രസിഡൻറ്റ്, ഖജാൻജി, ചേച്ചിമാർ എല്ലാവരും ഉണ്ട്. ഇത് നമ്മൾ എന്തൊക്കെ പ്രോഗ്രാമാണ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽസാണ് കേട്ടോ. ഇതൊക്കെ ഇപ്പം ഇന്നലെ രാത്രി വരെ ഇല്ലായിരുന്നു, എപ്പോൾ ഒട്ടിച്ചതെന്ന് അറിഞ്ഞൂടാ. നമുക്ക് ഓണസദ്യ ഉണ്ട്, അത്തപ്പൂക്കള മത്സരം, അതെല്ലാം ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അത്തപ്പൂക്കള മത്സരമാണ് നമ്മളിന്ന് മെയിനായിട്ട് എടുത്തിരിക്കുന്നത്. ഇന്ന് ആദ്യം നമുക്ക് അത്തപ്പൂക്കള മത്സരത്തിൽ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ചെന്ന് പോയപ്പോൾ തന്നെ അവർ അവിടെ ചോക്കൊക്കെ ഇട്ട് വരച്ച് ഒരു സെറ്റപ്പായിട്ട് തുടങ്ങുകയാണ്. നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ പൂക്കളിടുമ്പം ചെളി മറ്റേ ചാണകമൊക്കെ വെച്ച് തട്ടൊക്കെ അടിച്ചിട്ട് അല്ലേ. പക്ഷേ ഇതൊരു മത്സരം ആകുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചുകൂടെ കാര്യമായിട്ടാണല്ലോ നോക്കേണ്ടത് അല്ലേ. ഇതിൽ അതുകൊണ്ട് തന്നെ ആയിരിക്കണം കുഞ്ഞു മക്കളെല്ലാം കാര്യമായിട്ട് നിൽക്കുന്നുണ്ട്. കുഞ്ഞു മക്കളുടെ ഒരു അർത്ഥമുണ്ട് കേട്ടോ. അവർ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത്. ഇത് നമ്മുടെ മഹേഷ് ഏട്ടനും മോളും കൂടെയാണ് ഒരു ടീം. കുറേ ടീമുണ്ട്. ഇവിടെ അച്ഛനും മോളും കൂടെയാണോ മത്സരിക്കണേന്ന് തോന്നുന്നു. ഞാൻ പോയപ്പോൾ രണ്ടുപേരും കൂടെ അടികൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ രണ്ടുപേരും കൂടെ ഞാൻ ക്യാമറ ഓൺ ചെയ്തപ്പോൾ നല്ല സ്നേഹത്തിൽ പടം വരയ്ക്കുന്നതൊക്കെ നമ്മളെ കാണിച്ചു തരുന്നതാണ്. അവർക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ. ചോക്ക് വെച്ചിട്ട് നമ്മൾ 1 2 3 എഴുതിയൊക്കെ പഠിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് നമ്മുടെ നുണക്കൂട്ടൻ ചേച്ചിമാരുടെ ടീമാണ്. ചുമ്മാ പറഞ്ഞതാണ്, എൻ്റെ ചേച്ചിമാരാണ്. ഇവർ രാവിലെ മുതലിരുന്ന് പൂവൊക്കെ ഇറുത്തിറുത്ത് എല്ലാ ടീമിനും വേണ്ട പൂവൊക്കെ ഇറുത്തിറുത്ത് തളർന്നിരിക്കുകയാണ്. ആര് ജയിച്ചാലും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ, എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ഒരുമിച്ചാണ് പങ്കെടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് സന്തോഷത്തോടു കൂടിയാണെന്നറിയോ പൂക്കൾ ഇറുക്കുന്നത്. ഒരു ടീം തുടങ്ങിക്കഴിഞ്ഞു. ദേണ്ടേ ഗണപതിയൊക്കെ വെച്ചിട്ടോ ആട്ടെ, കളർ കോമ്പിനേഷൻ റെഡും വൈറ്റും അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലേ, നല്ല രസമുള്ള കോമ്പിനേഷനാണല്ലേ. അവരിതാ മറ്റുള്ളവർ വരച്ചൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ ഒരു ടീം ഇതാ ഇവിടെ വച്ച് തുടങ്ങി. എനിക്ക് തോന്നുന്നു അവർ നേരത്തെ പരിപാടിയെല്ലാം കഴിച്ചു തോന്നണം. അവരൊരു കുറച്ച് പ്രൊഫഷണൽസ് ആയിട്ടാണ് ഡ്രസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ കേട്ടോ. പക്ഷേ ആർക്കും തമ്മിൽ എന്തൊക്കെയാണെങ്കിലും അവർക്കൊക്കെ തമ്മിലൊരു ഇതില്ല. പൂ തികയുന്നതിന്, ചോക്ക് കൊടുക്കുന്നതിന്, സ്കെയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന എല്ലാം നമ്മളൊക്കെ ഭയങ്കര കൂട്ടായ്മ ആയതുകൊണ്ടായിരിക്കാം. ഇനി മത്സരത്തിൻ്റെ റിസൾട്ട് വരട്ടെ അപ്പം കാണാമെന്ന് പറഞ്ഞത്. ഇവിടെ ഒരു ചുണുങ്ങിയുണ്ടല്ലോ, ഈ ചുടുക്കിയാണെങ്കിൽ നല്ലപോലെ ഡാൻസ് കളിക്കുകയും ഞാൻ അവളുടെ ഡാൻസ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടികളുടെ പൂക്കളം. കുട്ടികളെന്ന് വെച്ചാൽ നമ്മുടെ 6 പൂക്കളത്തിൽ 1 കുട്ടികളുടെ പൂക്കളമാണ്. കാരണം അവർക്കും വേണ്ടി മാത്രമായിട്ട് വലിയവർ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അവർ ചോക്കൊക്കെ വെച്ചൊന്ന് ഡിസൈൻ ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളെ ടീച്ചറാണ്, പാട്ട് ടീച്ചറാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ എല്ലാവരെയും കീർത്തനം പഠിപ്പിക്കുന്നത്, പാട്ട് പഠിപ്പിക്കുന്നത് നമ്മുടെ അമ്പലത്തിലെല്ലാം വരുന്ന ഈ ചേച്ചിയാണ്. ചേച്ചി പറയുന്നത് കുട്ടികളെ എന്താണ് അത്തപ്പൂക്കളവും നമ്മൾ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പൂക്കളം കുട്ടിയൊക്കെ വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. അത് ഞാൻ എന്താ ചേച്ചിയുടെ വോയിസ് ഓവർ കേൾക്കുകയെന്ന് പറഞ്ഞാൽ ചുറ്റും ഭയങ്കര പാട്ടെന്ന് പറഞ്ഞാൽ മറ്റേ ഡപ്പാങ്കുത്ത് പോലത്തെ അടിപൊളി ഏത് മൂഡ് ഓണമൂട് അമ്മാതിരി പാട്ടാണേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കീറി വിളിക്കുന്നതുകൊണ്ട് എൻ്റെ സൗണ്ടൊക്കെ അത്യാവശ്യം കേൾക്കുന്നുണ്ട്. പക്ഷേ ചേച്ചിയുടെ സൗണ്ട് പാട്ട് പാടുന്നവരല്ലേ, നല്ല സോഫ്റ്റ് വോയിസ് ആയിരിക്കില്ലേ, അതുകൊണ്ട് അത്ര ഇതില്ല. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുത്തത്. അതിനിടയിൽ എൻ്റെ ഫാൻസ് അസോസിയേഷനൊക്കെ രൂപീകരിച്ച് നമ്മൾ ഈ നുണക്കൂട്ടത്തിനെയൊക്കെ ഇടയ്ക്കിടയ്ക്കല്ലേ കാണുള്ളൂ. കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാണുമ്പോൾ ഇങ്ങനെ സെൽഫി എടുക്കൽ, വിണ്ടൽ, ഇടിച്ചൽ, പിച്ചൽ, മാന്തൽ എല്ലാം ഞങ്ങൾ നടത്താറുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് സെൽഫി ഫോട്ടോസിനൊക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെയൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് സെൽഫിക്ക് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും അപ്പോൾ എപ്പോഴും കാണുന്നവരാണ്. പക്ഷേ എന്നാലും ഇങ്ങനെ ഒരു ഫംഗ്ഷന് കാണുമ്പോൾ അപ്പായിട്ട് നമുക്ക് ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസൊക്കെ ഇട്ടില്ലെങ്കിൽ എൻ്റെ ചേച്ചിമാർക്കും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര വിഷമമാണ്. അതുകൊണ്ട് അവരെ പിടിച്ച് നിർത്തി ഞാനും എൻ്റെ ഇടയിൽ കൂടെ എൻ്റെ വ്ളോഗിനും കൂടെ അവരെയൊക്കെ ഞാൻ യൂസ് ചെയ്ത്. ഇതൊരു ജനപ്രതിനിധിയാണ്, പക്ഷേ എൻ്റെ ചേച്ചിയാണ്, പാറുക്കുട്ടനാണിത്. എൻ്റെ പൂക്കൾ ഓരോ ടീമും ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഇതാ മഞ്ഞ, പച്ച, വെള്ള, ചുവപ്പ് അടിപൊളിയായിട്ട് എല്ലാം അടിപൊളിയായിട്ട് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. മറ്റ് ടീംസും ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. മത്സരം എന്ന് വെച്ചാൽ മത്സരം തന്നെയാണ്. എല്ലായിടും കെട്ടിമറച്ച് ഓരോ ടീമിൻ്റെത് മറ്റ് ടീം കാണരുതെന്ന് പറഞ്ഞ് കെട്ടിമറച്ച്. ഇനി ഇന്ത്യ ഗേറ്റ് ആണെങ്കിലും ചാടിക്കടന്ന് കാണും. ഇന്ത്യ ഗേറ്റിന് പറയും, ശരിയാണല്ലോ, മതിലില്ലല്ലോ, ഗേറ്റ് മാത്രമേ ഉള്ളൂ. നമ്മളെ ഈ എന്ത് സാരി കെട്ടി മറച്ചാലും ഞങ്ങൾ കാണും എന്നും പറഞ്ഞുകൊണ്ടാണ് മറ്റ് ടീംസ് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഒളിഞ്ഞു നോക്കിയിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് പൂ തികഞ്ഞില്ല, കുറച്ച് പൂ തരുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പുറത്ത് പോയി ചോദിക്കുമ്പോൾ ചേച്ചിമാർ ചിരിച്ചുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് പൂ കൊടുക്കുന്നുണ്ട്. അടിപൊളിയാണ് കേട്ടോ. അവർക്ക് തമ്മിലൊരു ഇതില്ല. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ നമ്മുടെ കമാൻഡോ സുരേഷ് ചേട്ടനും കൂടെ ഒരു ഉടായ്പ പൂക്കളിട്ടു. അത് നാച്ചുറലല്ല, ആർട്ടിഫിഷ്യാലിറ്റിയാണ്.
ഒരു ടീം നല്ല പറയൊക്കെ വെച്ച് ഒരുക്കി അടിപൊളിയാക്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കേട്ടോ. നിങ്ങളിനി എപ്പോൾ വേണോ റിസൾട്ട് അനൗൺസ് ചെയ്തോളൂ, എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് മഹേഷ് ചേട്ടനും മോളുടെയും അത്തപ്പൂക്കളമാണ്. അടിപൊളിയായിട്ട് എന്ത് രസമല്ലേ അത് കാണാൻ. ആ ഫോട്ടോയിൽ കാണുന്നതിൻ്റെ ഭംഗിയല്ല കേട്ടോ, നേരിട്ട് കാണുമ്പോൾ ഇതിനേക്കാളും ഭയങ്കര ഭംഗിയുണ്ട്. നമ്മളെ വീട്ടിൽ പണ്ടൊക്കെ നമ്മളെ പൂക്കൾ, നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തുള്ള പൂക്കൾ പറിച്ച് ചന്തിച്ചിരി വിളയിൽ ചന്തിച്ചിരി വായിരിക്കണയൊക്കെ കേട്ടിട്ടല്ലേ പൂക്കളൊക്കെ പറിച്ച് പൂക്കൾ ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇതൊക്കെ എല്ലാം പുറത്തുനിന്ന് വാങ്ങിയതാണ്. അത് നമുക്കിപ്പോൾ അതേ നിവർത്തിയുള്ളൂ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നമ്മുടെ മക്കൾ ഇങ്ങനത്തെ ഒരു റെസിഡൻഷ്യലിൻ്റെ പൂക്കളമൊക്കെ തന്നെയാണ് കണ്ട് വളരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ എൻ്റെ വീട്ടിൽ ഇപ്രാവശ്യം ഒരു ചെറുതായിട്ടൊക്കെ കുഞ്ഞുമക്കൾക്ക് പൂക്കളം ഇട്ട് കാണിച്ചു കൊടുക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ തട്ടൊക്കെ അടിച്ച് പൂക്കളമൊക്കെ ഇട്ട് കാണിച്ചു കൊടുത്തു. നാളെ എപ്പോഴെങ്കിലും ആ കുഞ്ഞിലെ അമ്മയും അച്ഛനും ഇങ്ങനെ ഇട്ട് തന്നിട്ടുണ്ട് എന്ന് പറയുമല്ലോ. ഞാനും എൻ്റെ ബ്രദറും കൂടെയാണ് പൂക്കൾ അന്വേഷിച്ച് പോകുന്നത്, എല്ലാവരും വായിരിക്കുന്നതൊക്കെ കേട്ട് പൂവൊക്കെ പറിച്ചുകൊണ്ട് വരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ കുഞ്ഞുങ്ങൾ കാണുന്നത് ഇങ്ങനെ റെസിഡൻഷ്യൽ പൂക്കള മത്സരമൊക്കെ തന്നെയാണ്. അതെങ്കിലും ആവണം. കാരണം എന്താ വെച്ചാൽ എന്തായിരിക്കണം പൂക്കളമെന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള പൂക്കൾ വെച്ചിട്ട് നമ്മൾ ഇതെന്താ ഭംഗിയെന്ന് വെച്ചാൽ എപ്പോഴും ഞങ്ങൾ ദീപാവലിക്ക് പടക്കം വാങ്ങിച്ച് കുറേ പൊട്ടിച്ച് കളഞ്ഞിട്ട് ഞാനും എൻ്റെ ചേട്ടനും കൂടി ഇരുന്നുകൊണ്ട് പറയും, അയ്യോ എന്തോരം പൈസയാണല്ലേ പൊട്ടിച്ച് കളഞ്ഞതെന്ന്. പക്ഷേ ഈ പൂക്കളത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പൂ പറിച്ച് ഇത്രയും യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ നമുക്കതല്ല, കണ്ണിന് ഭയങ്കര ഒരു കാഴ്ച കിട്ടുന്നതിൻ്റെ ഒരു ഭംഗിയായിരിക്കുമല്ലേ. നല്ല രസമുണ്ട്, എന്തൊക്കെയൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. അതായത് അടിപൊളി ഒരു പൂക്കളം. നമ്മൾ ഇവർ ഇട്ട് കുറച്ച് ലേറ്റായി, പക്ഷേ ഇട്ട് വന്നത് നല്ലൊരു ഡിസൈനാണ് കേട്ടോ. ഒരു പട്ടുപാവാട ഇട്ട് ഒരു കുട്ടി തിരിഞ്ഞിരിക്കുന്ന രീതിയിലേക്ക് നമ്മൾ പൂക്കളത്തിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ളത്. നമ്മുടെ ഡിസൈൻ, നമ്മുടെ നാച്ചുറാലിറ്റി, നമ്മുടെ കേരളത്തിൻ്റെ ഭംഗി കൊണ്ടുവരുന്ന എല്ലാം ചെയ്യാമെന്നുള്ളതാണല്ലേ. അത്തപ്പൂക്കളത്തിലെ എല്ലാ കളറും യോജിക്കുന്ന പോലെ നമ്മളെ തൂഷനിലയിൽ സദ്യ വിളമ്പിയിട്ട് പലരൊരു രുചിയുണ്ടെന്നല്ലോ, അതുപോലെ തന്നെയാണ് പൂക്കളമെന്ന് പറയുന്നത്. നല്ല അടിപൊളിയായിട്ട് എല്ലാവരും എല്ലാം കഴിഞ്ഞു. ഇനി റിസൾട്ട് വന്നാൽ മാത്രം മതി. അവരെല്ലാം അവരവരെ പൂക്കളത്തിൻ്റെ മുമ്പിലിരുന്ന് പോസ് ചെയ്യണം. എല്ലാവർക്കും പ്രതീക്ഷയുണ്ട്. അതുപോലെ മത്സര പ്രൈസ് കിട്ടിയില്ലെങ്കിലും അവർക്ക് വലിയ പ്രശ്നമില്ല എന്നുള്ളതാണ്. കാരണം വിട്ടുവീഴ്ചയ്ക്കുള്ള മനോഭാവമുള്ളതാണ്. ജഡ്ജസ് വന്നിട്ടുണ്ട്. അതിനേക്കാളും കോമഡി, ജഡ്ജസിന് ഞാനാണ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. അരി ഏത് കല്ല് ഏതെന്ന് അറിഞ്ഞുകൂടാത്ത ഞാനാണ് അത് പൂവാണോ ഇലയാണോ നാച്ചുറലാണോ ഇനി മാൻമെയ്ഡ് ആണോ അതെന്ന് പ്ലാസ്റ്റിക് ആണോ എന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അവരതൊക്കെ എന്നെ നല്ല വിശ്വാസം ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയി സാറ് പോയി തൊട്ടും പിടിച്ചുമൊക്കെ നോക്കുന്നുണ്ട്. ഇനി ഇവൾ കള്ളം പറഞ്ഞ് ഇവളുടെ ഏതെങ്കിലും ഫേവറേറ്റ് ടീമിന് പ്രൈസ് വാങ്ങിച്ചു കൊടുക്കാനൊന്നും അങ്ങനെ ഫേവറേറ്റ് ടീമൊന്നും ഇല്ല കേട്ടോ. എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. എല്ലാ ചേച്ചിയും ചേട്ടന്മാരും എല്ലാവരും കുഞ്ഞുമക്കളും എല്ലാവരും ഇട്ടതല്ലേ, നല്ല രസമുണ്ട്. ഞാനപ്പോൾ ഇതുവരെ ഞാനിങ്ങനെ ഇങ്ങനെ പുറത്ത് പോയൊന്നും ഷൂട്ട് ചെയ്തിട്ടുമില്ല. അതുമല്ല ഇതൊക്കെ എന്താ വെച്ചാൽ എനിക്ക് നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി. ഞങ്ങളുടെ കൂട്ടായ്മയുടെ ഓണമായിട്ട് ഞങ്ങളുടെ കൂട്ടായ്മയുടെ ഒരു ഇത് നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി. ഇപ്പം ഞങ്ങളുടെ മാത്രമല്ല കേട്ടോ, ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഉണ്ടെന്നറിയാം. ഓണമൊക്കെ ആകുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്, ഇങ്ങനെയൊക്കെ കറക്റ്റായിട്ട് കണ്ടൊക്കെ പ്രൊഫഷണൽസാണ് വന്ന്. ഈ പൂക്കളത്തിന് കുറേ മാനദണ്ഡങ്ങളുണ്ടെന്നുള്ളത് അവരിങ്ങനെ സംസാരിക്കുമ്പോഴും അവർ നമ്മളോട് കാര്യമായിട്ട് പറയുമ്പോഴേ മനസ്സിലാണ്. പൂക്കളം ഇങ്ങനെ വട്ടത്തിൽ തന്നെ ആയിരിക്കണം, അതിന് ഇത്ര കളം വേണം, ഇത്ര പൂക്കൾ ഐറ്റംസ് ഇത്രയും ഉണ്ടായിരിക്കണം എന്നുള്ളതൊക്കെ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ സൗഹൃദ അസോസിയേഷൻ്റെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഉദ്ഘാടനം അങ്ങ് നടത്തി. കാരണം ജഡ്ജസിന് കുറച്ച് സമയം കൊടുക്കണമല്ലോ, അവരൊന്ന് ആലോചിച്ചും കണ്ടുമൊക്കെ പറയട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ഒരുപാട് പരിപാടികളുണ്ടെന്നേ. ഓണസദ്യ ഉണ്ട്, കുഞ്ഞുമക്കളുടെ പരിപാടികളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് വടംവലിക്കാനും കസേര കളിക്കാനൊക്കെ പോകണ്ടേ, അതിനൊക്കെയുള്ള സമയം വേണമല്ലോ. അതുകൊണ്ട് ഉദ്ഘാടനം വേഗം ഒന്ന് കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും നല്ല പ്രാർത്ഥനയോടുകൂടി നല്ല രീതിക്ക് ഉദ്ഘാടനമൊക്കെ കഴിച്ചു. മെയിൻ ആൾക്കാരാണ് എൻ്റെ ചുറ്റും നിൽക്കുന്നവരെല്ലാം. പക്ഷേ അവർക്ക് ഞാനിവിടെ വന്ന് താമസിക്കുകയാണെന്നോ അങ്ങനെ ഒരു ഇതൊന്നും ഇല്ലാതെ എന്നെയും എൻ്റെ ഫാമിലിയും ഫുൾ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നവരുണ്ട്. അവരുടെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് പുറത്തൊരാളുടെ എൻ്റെ മുഴുവൻമകൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അവിടെയുള്ള എല്ലാ സ്വാതന്ത്ര്യവും ചേട്ടന്മാരുടെ അടുത്തായിരുന്നാലും ചേച്ചിമാരുടെ അടുത്തായിരുന്നാലും എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരെയൊക്കെ വെച്ച് ഞാൻ ഈ വ്ളോഗ് ചെയ്യുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു അയ്യോ അവർ നമ്മളെ പറയും എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വ്ളോഗ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. പക്ഷേ ഇതങ്ങനെയൊന്നുമല്ല കേട്ടോ, അടിപൊളിയായിട്ടൊക്കെ നമ്മൾ ചെയ്ത് തീയൊന്നും വേറൊന്നും കത്തിച്ചിടാതിരുന്നാൽ മതി. അടിപൊളിയായിട്ട് അല്ലാതെ ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഉദ്ഘാടന സമയത്തുള്ളതാണ്. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ മത്സര സമയത്ത് ഭയങ്കര ഇതായിരുന്നു കേട്ടോ, വെയിലുണ്ടായിരുന്നു, പക്ഷെ അടിപൊളിയായിരുന്നു. അപ്പോൾ റിസൾട്ടിൻ്റെ സമയമായി. നമുക്ക് അവർക്ക് ചെറിയ മിസ്റ്റേക്കേ കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ളൂ. കാരണം അമ്മാതിരി പകിതടച്ചുള്ള ഇതായിരുന്നില്ല. എല്ലാവരും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ചെയ്തതുകൊണ്ടായിരിക്കാം ഭയങ്കരമായിട്ട് അവരൊരുപാട് നേരെ എടുത്തു. അവർ അനൗൺസ് ചെയ്യാനും കാര്യങ്ങളുമായിട്ട് ഓരോന്നായിട്ട് അവർ കണ്ടുപിടിച്ച് തരായിരുന്നു. കുറ്റമല്ല, നല്ല കാര്യങ്ങൾ അതിൽ എന്തെല്ലാം മാറ്റം വരുത്തണം, അടുത്ത പ്രാവശ്യം നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് ആ മാറ്റങ്ങളായിരുന്നു അവർ പറഞ്ഞത്. അനൗൺസ് ചെയ്യാൻ പോവുകയാണ്, അനൗൺസ് ചെയ്യണതിന് മുമ്പ് ഓട്ടോ സ്റ്റാർട്ട് ചെയ്തിടട്ടെ, കാരണം ഓടണമല്ലോ, അടി ഉണ്ടാവരുതല്ലോ.
അപ്പോൾ ആദ്യമേ പറഞ്ഞത് ഒരു പൂക്കളം എങ്ങനെ ആയിരിക്കണം, പൂക്കളം എന്ന് പറഞ്ഞാൽ എന്താണ്, പൂക്കളത്തിൻ്റെ പ്രാധാന്യം എന്താണ്, ഇതൊക്കെ പിള്ളേരൊക്കെ ഇങ്ങനെ ആദ്യമായിട്ട് കേൾക്കണതാണ് കേട്ടോ. അത് കേട്ടോണ്ടിരിക്കണം. നമുക്ക് പിന്നെ കുറച്ചൊക്കെ അറിയാമല്ലോ. അവരതൊക്കെ കേട്ടോണ്ട് അത് എന്താണെന്ന് നിങ്ങൾ ചോദിക്കല്ലേ, പറഞ്ഞു തരാമെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ എത്ര പൂക്കളം വേണം, എത്ര തട്ട് വേണം, എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ ഭയങ്കര നല്ല രീതിക്ക് പറഞ്ഞു എന്ന് എന്തൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു, അടുത്ത പ്രാവശ്യം എന്തൊക്കെ മിസ്റ്റേക്ക് ഇല്ലാതിരിക്കണം എന്നുള്ള രീതിക്ക് ഇപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞോണ്ട് നമ്മളൊരു പ്രോത്സാഹന സമ്മാനവും കൂടെ കൊടുക്കും. കാരണം വേറൊന്നുമല്ല, ഫൈനൽ റിസൾട്ട് വരുമ്പോൾ നമ്മൾ തിരുവോണത്തിന് നമ്മുടെ ആഘോഷ പരിപാടിക്ക് നമ്മൾ വൻ സെറ്റപ്പായിട്ടുള്ള പ്രൈസൊക്കെ കൊടുക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ ഒരു ചെറിയ പ്രോത്സാഹനം, അവർ രാവിലെ മുതൽ കഷ്ടപ്പെട്ടാലും ഒരു പ്രോത്സാഹന സമ്മാനം കൊടുക്കണമല്ലോ പറഞ്ഞിട്ട് കമാൻഡോ സുരേഷേണ്ണും രഞ്ജിത്തേട്ടനും ഒക്കെ ഒരു പ്രോത്സാഹന സമ്മാനമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജഡ്ജസ് അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. അനൗൺസ് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ നോക്കിയപ്പം എല്ലാവരുടെ മുഖത്തും പ്രതീക്ഷയുണ്ട് കേട്ടോ. ഫസ്റ്റ് പ്രൈസ് ഞങ്ങൾക്ക് എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത്. അത് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പതുക്കെ പേപ്പറിലോട്ടൊന്ന് ഒളിഞ്ഞു നോക്കി, പക്ഷേ കണ്ണ് പിടിക്കാത്തതുകൊണ്ട് ഒന്നും കണ്ടുവിടാം. അനൗൺസ് ചെയ്തു. ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഒരു ടീംസ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് കഴിഞ്ഞപ്പം മറ്റു ടീമിനെ നോക്കിയപ്പോഴത്തേക്ക് വലിയ സന്തോഷമൊന്നുമില്ല. പക്ഷേ എന്നാലും കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ ടീമിനുണ്ട് കേട്ടോ, പ്രൈസ് ഉണ്ട്. അവരും അടിപൊളിയായിട്ട് ചെയ്തായിരുന്നല്ലോ. അവർ നമ്മൾ വിടാൻ പാടില്ലല്ലോ. കുഞ്ഞുമക്കളാണെങ്കിലും വലിയവരെ കൂട്ടത്ത് കട്ടക്കി പിടിച്ച് നിന്ന് അവർ നന്നായിട്ട് ചെയ്തായിരുന്നു. സെക്കൻഡ് പ്രൈസും തേർഡ് പ്രൈസും ഒക്കെ അനൗൺസ് ചെയ്തപ്പോൾ അവിടെ വിളിയും ബഹളമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ആർത്തുല്ലസിച്ച് രസമുണ്ടെന്ന്. അതിനിടയ്ക്ക് ഒരു മെറൂൺ ചേച്ചി വന്ന് ഞങ്ങൾക്ക് തരാതിരുന്ന ശരിയായില്ല കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയതായിട്ടൊന്ന് കുളത്തി വിട്ടിട്ട് അങ്ങ് പോയി എന്ന് തോന്നുന്നു. അപ്പം രഞ്ജിത്തേട്ടൻ പറഞ്ഞു ജഡ്ജസിൻ്റെത് അന്തിമ വിധിയായിരിക്കും. ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കാൻ വേണ്ടി ഒരുങ്ങി ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ട്. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. നമ്മൾ കിട്ടുന്ന പ്രൈസ് നമുക്ക് പണ്ട് കിട്ടിയിട്ടുണ്ടല്ലോ, നമുക്ക് സോപ്പൊട്ടിയും ചോറ്റുപാത്രമൊക്കെ ആയിരുന്നെങ്കിൽ പോലും അത് നമ്മൾ അനൗൺസ് ചെയ്ത് 10 പേരെ കൂടെ മത്സരിച്ചിട്ട് അത് കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ, അത് ഭയങ്കര വലുതാണ്. അത് ചെറിയൊരു ട്രോഫിയോ എന്തോ ആവട്ടെ, അത് നമ്മൾ അത്രയും കണ്ട് അവർ ആ ബഹുമാനപൂർവ്വം തൊഴുതു പിടിച്ചൊക്കെ വാങ്ങിക്കുമ്പം അത് ഭയങ്കര സന്തോഷം തന്നെയാണ്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരുമോ ചോദിച്ചുകൊണ്ട് ബാക്കിൽ എൻ്റെ മക്കൾ നിൽപ്പുണ്ടായിരുന്നു. ഇതാണ് ഫസ്റ്റ് പ്രൈസ് കേട്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ. സെക്കൻഡ് പ്രൈസ് അതും കൊള്ളായിരുന്നു, സൂപ്പറായിരുന്നു. തേർഡ് പ്രൈസ് നമ്മുടെ കുഞ്ഞു മക്കളതാണ്. തീർന്നിട്ടില്ല. ഓണത്തിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി വൈറൽ വിദ്യ അടുത്ത എപ്പിസോഡും കൂടെ ഉണ്ട്. അപ്പോൾ ഹാപ്പി ഓണം.